എന്താണ് സർ ബജറ്റിന്റെ നയം? ഇപ്പൊ പറയാണ് കേരളം കടം കയറി മുടിയാണത്രേ. രാജ്യത്ത് 28 സംസ്ഥാനങ്ങളുണ്ട്. കേരളം കടത്തിന്റെ കാര്യത്തിൽ എത്രാം സ്ഥാനത്താണ്? 10ാം സ്ഥാനത്താണ് കേരളം. VS ഗവൺമെന്റ് പടിയിറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്ന കടത്തേക്കാൾ 100.03% ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങി പോകുമ്പോഴുള്ള കടം ശതമാനം 100.03%. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്തുള്ളതിനേക്കാൾ ഇറങ്ങി പോകുമ്പോഴുള്ള കടത്തിന്റെ വർധനവ് 59.23%. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഇറങ്ങി പോകുന്നതിന് മുമ്പുള്ള കടത്തിന്റെ ശതമാനം 45.66%. ഇതാണ് കടത്തിന്റെ ശതമാനം. ഇത് പറയുമ്പോൾ വസ്തുതയാണ്. ഈ കടം എന്തിനു വേണ്ടിയാണ് എടുത്തത്? കേരളം ഇന്നേ വരെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഇപ്പോൾ നടന്നതുപോലെയുള്ള വികസനത്തിന്റെ സംഖ്യ വിനിയോഗിക്കപ്പെട്ട ഒരു കാലം 57 തൊട്ട് 2026 വരെയുള്ള ഈ 69 കൊല്ലക്കാലത്തെ ചരിത്രത്തിനിടയിൽ വലിയ വികസനം ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ നടത്തിയ കാലമായിരുന്നു സാർ കഴിഞ്ഞ 10 വർഷക്കാലം. എന്തായിരുന്നു UDF നൽകിയ വാഗ്ദാനം? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആശാമാരുടെ ഓണറേറിയം 21,000 ആക്കിയോ? സാമൂഹ്യക്ഷേമ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വർദ്ധിപ്പിക്കും. ഒരു നയ പൈസ വർദ്ധിപ്പിച്ചോ? മെയ് 4 റിസൾട്ട് വന്നു. 8ാം തീയതി കേന്ദ്രത്തിന്റെ കത്താണ്. എന്താ കത്ത്? PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന്. കേരളത്തിൽ ഭരണം മാറിയെന്നറിഞ്ഞപ്പോൾ കേന്ദ്രത്തിന് കത്തയക്കാൻ PM ശ്രീ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയക്കാൻ കഴിയുന്ന നിലയിലുള്ള അന്തരീക്ഷം RSSന് കുടപിടിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമില്ലേ? തെലങ്കാനയിൽ കർണാടകയിൽ PM ശ്രീ നടപ്പിലാക്കിയിട്ടില്ലേ? ഇപ്പൊ ഇവിടെ മുഖ്യമന്ത്രി അറിയാതെ ഗവർണർ യോഗം വിളിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം മുഖ്യമന്ത്രി അറിയാതെ ഗവർണർ നേരിട്ട് വിളിക്കുക. VC-മാരുടെ യോഗം RSS നേതാവ് വിളിക്കുക. ഇവിടെ ഇപ്പോ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന മുമ്പ് ചോദിച്ച ചോദ്യമുണ്ട്, ആരായി പിണറായി വിജയൻ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലാണോ എന്ന്. പക്ഷേ നാം കാണണം, അന്ന് ചോദിച്ചപ്പോൾ പിണറായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പക്ഷേ നാം കാണണം, RSS നേതാവ് വിളിച്ച യോഗത്തിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നത പദവിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദിശാബോധം നൽകേണ്ട വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്ന RSSന്റെ അജണ്ടയിലേക്ക് കേരളം പോകുന്ന കാഴ്ചയാണ്, നയവ്യതിയാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 15 കൊല്ലത്തെ മദ്യം ഒഴുക്കായിരുന്നു കേരളത്തിൽ. LDF എന്നല്ലേ പറഞ്ഞ് ബാർ കൂടുതൽ അനുവദിച്ചിട്ട് 15 വർഷത്തെ മദ്യ വിൽപ്പനയുടെ കണക്കുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യം വിൽപ്പന നടത്തിയ കാലമേത്? 2012-13. ആരാണ് മുഖ്യമന്ത്രി? ശ്രീ ഉമ്മൻചാണ്ടി. പക്ഷേ ബാറുകൾ അനുവദിച്ചതാണ്. മദ്യം എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് എന്ന് കണക്കുകൾ പറയാം. ഞങ്ങളെയൊന്നും ബോധ്യപ്പെടുത്തണ്ട. ഞങ്ങൾ പ്രതിപക്ഷത്താണല്ലോ. മദ്യനയം AICC നേതാവ് KC വേണുഗോപാലിനെ ബോധ്യപ്പെടുത്തണ്ടേ? ആ PM സുധീരന്റെ ബോധ്യമാണല്ലേ? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന പദ്ധതി ഓർഡിനറി ബസ് എന്ന് പറഞ്ഞിരുന്നില്ല, പ്രായോഗികമായിട്ട് നടപ്പിലാക്കി. അതിന്റെ ഭാഗമായി ആശ്വാസം ലഭിക്കുന്നവരെക്കാൾ 10,000-കണക്കിന് വരുന്ന പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ അവരുടെ അന്നം മുടങ്ങുന്ന നിലയിലേക്ക് പോകുന്നു. നിങ്ങൾ പഠിക്കാൻ സമയമെടുത്തോ? അവർക്ക് പാക്കേജ് പ്രഖ്യാപിച്ചോ? അവരുടെ കുടുംബത്തെ കണ്ടോ? അവരുടെ കണ്ണീര് കണ്ടോ? ഈ സർക്കാരിന് നികുതി അടയ്ക്കുന്ന സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ നയങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതത്തെ ഏതെങ്കിലും നിലയിൽ പരിഗണിക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചോ? സാധിച്ചിട്ടില്ല എന്നാണ്. പാലക്കാട് KSRTC ഡിപ്പോന്ന് ഒരു അജ്ഞാതം ബസ് നോക്കിക്കൊണ്ടുപോയി. നടപടിയില്ല. തൃശ്ശൂരിൽ അജ്ഞാത സംഘം ഗൃഹാവിനെ കെട്ടിയിട്ട് 45 പവന്റെ സ്വർണ്ണം നടന്നു. കാര്യമായ അന്വേഷണം അറിയുന്നില്ല. പക്ഷേ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ തലയിൽ പായസം വീണത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണം ഉണ്ട്. ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ്